ഹലോ, നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശബരിമല വിഷയത്തെ കുറിച്ച് തന്നെയാണ്. അതായത് 2019 നവോത്ഥാന മതിലൊക്കെ പണിയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് ആ നവോത്ഥാന മതിലിന്റെ ആവശ്യകത എന്ന് ഉയർത്തിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്ത്രീ സമത്വം വേണമെന്ന് വാദിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് നവോത്ഥാന മതിൽ പണിതവര്. പക്ഷെ അന്ന് അത് വാദിച്ചവര് ഇപ്പോൾ ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പുതിയൊരു പരിപാടി അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അന്നത്തെ സമത്വവും ഇന്നത്തെ വിശ്വാസികളോടൊപ്പമുള്ള ഈ രണ്ട് ഇരട്ടത്താപ്പ് നിലപാടുണ്ടല്ലോ, അതിനെപ്പറ്റി നമുക്കൊന്ന് ആഴത്തിൽ ചർച്ച ചെയ്തിട്ട് വരാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, അതായത് UDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി ശബരിമല സ്ത്രീ പ്രവേശനം വേണമെന്ന് വാദിച്ച് ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. എന്നാൽ അന്നത്തെ സർക്കാർ, അതായത് UDF സർക്കാർ പറഞ്ഞത്, അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അതായത് ഒരു വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയില്ല, അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ ആചാരമായി തന്നെ നിലനിൽക്കട്ടെ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതുവരെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണല്ലോ. ഇനിയാണ് വിവാദ പ്രസ്താവനകളുടെ തുടക്കം കുറിക്കുന്നത്. അതായത് 2018 സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു. എന്താണ് ആ വിധി എന്നല്ലേ? ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട്. എന്നാൽ അന്നത്തെ സർക്കാർ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾ ഓർക്കണം, ഉമ്മൻചാണ്ടി സർക്കാർ അതിനെ നിരാകരിച്ചു. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തലങ്ങും വിലങ്ങും പ്ലാൻ ചെയ്യുന്ന ഈ സർക്കാർ തന്നെയാണ് അന്ന് ആ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ആ വിധിയെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഇരട്ടത്താപ്പിന്റെ ഫസ്റ്റ് മുഖമുടി അഴിഞ്ഞു വീണല്ലോ അല്ലെ? പിന്നെയാണ് ഗൈസ് ശബരിമലയിൽ വലിയ കോളുകൾക്കും സൃഷ്ടിച്ച പല നാടകീയ രംഗങ്ങളും വിശ്വാസികളും നമ്മളുമെല്ലാം സാക്ഷ്യം വഹിച്ചത്. എന്താണെന്നോ, കുറെ ആക്ടിവിസ്റ്റുകളെ, കുറെ ട്രാൻസ്ജെൻഡേഴ്സിനെ, അതായത് എന്തോ ഇവിടെ കയറ്റണം എന്ന വാശിയോട് കൂടി അവർ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്ന പോലെയുള്ള രംഗങ്ങളാണ് നമ്മൾ പിന്നെ കണ്ടത്. അന്ന് വിശ്വാസികൾ നാമം ജപിച്ചാൽ പോലും കേസ് എടുത്തിരുന്നു. എന്തേ? ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിൽ നാമജപത്തിന് പകരം സ്വാമിയെ ശരണം അയ്യപ്പയ്ക്ക് പകരം ഇൻകുലാബ് സിന്ദാബാദ് എന്നാണോ അവര് വിളിക്കുക? അതോ നിങ്ങൾ വിളിപ്പിക്കുക? കാരണം ആ ഒരു സമയത്ത് ശരണം വിളി പോലും അരോചകമായിരുന്നല്ലോ സഖാക്കൾക്ക്. ഞങ്ങളെല്ലാം വിശ്വാസികൾക്കൊപ്പമാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞുവല്ലോ. അപ്പോൾ എനിക്ക് ഗോവിന്ദൻ മാഷിനോടാണ് ചോദിക്കാനുള്ളത്, 2018 ഈ ഒരു വിധി വന്നപ്പോഴും അതേപോലെ ശരണം വിളിച്ചവരെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇത്രയും രണ്ട് പെണ്ണുങ്ങളെ അവിടെ കയറ്റിയപ്പോഴും ഈ ഗോവിന്ദൻ മാഷ് എന്താ നിദ്രയിലായിരുന്നോ? പിന്നെ സനാതന ധർമ്മങ്ങൾക്ക് എതിരെ നിൽക്കുന്ന സ്റ്റാലിനെ പോലുള്ളവരും ഇവിടെ വിശ്വാസികളുടെ നെഞ്ചത്ത് ആണി തറയ്ക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ പോലുള്ളവരൊക്കെ അയ്യപ്പ സംഗമം നടത്താനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുകയില്ലേ ഹിന്ദു വോട്ട് നേടാനുള്ള ഒരു കുടല തന്ത്രമാണിത് എന്നുള്ളത്? പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ട സ്ത്രീകളെയൊക്കെ അവിടെ കയറ്റാമെന്നുള്ള വ്യാമോഹത്തില് ആരൊക്കെയോ കൊണ്ടുവരുന്നു. പക്ഷെ അവിടെയുള്ള വിശ്വാസികളെല്ലാം പ്രശ്നമാക്കുന്നു. അതുകൊണ്ട് തന്നെ ശരണം വിളികൾ പോലും അവിടെ നിരോധിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പോലെയായിരുന്നു 2018 ദർശനം നടത്താൻ വരുന്ന അയ്യപ്പ ഭക്തർ നേരിട്ട കൊടും പീഡനങ്ങൾ. അങ്ങനെ ആ ഒരു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തടഞ്ഞതിനെ ചൊല്ലി സ്ത്രീകൾക്ക് സമത്വം ലഭിക്കണമെന്ന് ഒരു വാചകം മുന്നിട്ട് നിർത്തിയാണ് നവോത്ഥാന മതില്. അതായത് കൈകളിങ്ങനെ നീട്ടി നിർത്തി കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നിരന്ന് നിൽക്കുന്ന വനിതാ മതില് ഈ ഒരു സർക്കാരിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. 620 കിലോമീറ്റർ നീളത്തിൽ 50 ലക്ഷത്തിലധികം വനിതകൾ അതിൽ പങ്കാളിത്തം വഹിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും അന്ന് ആ നവോത്ഥാന മതിലിന്റെ ആശയം ഉന്നയിച്ചത് സ്ത്രീകൾക്ക് സമത്വം വേണം. എവിടെ കയറാൻ? ശബരിമലയിൽ കയറാൻ സമത്വം വേണം പോലും. അപ്പോൾ എനിക്കൊരു കാര്യം മാത്രം ആലോചിക്കാനുള്ളത്, ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ഈ ശബരിമലയിൽ മാത്രമാണോ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്? അങ്ങ് പള്ളികളില് പ്രവേശനം നിശ്ചയിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് അവിടെ ഈ നവോത്ഥാന മതിൽ പണിതുകൊണ്ട് പോകുന്നില്ല? സമത്വം എന്ന വാക്ക് സ്ത്രീകൾക്ക് എല്ലായിടത്തും കയറാനാണ് നിങ്ങൾ ഈ ആശയം മുന്നിട്ട് വച്ചതെങ്കിൽ അത് എല്ലായിടത്തും, അതായത് സ്ത്രീകൾക്ക് വിലക്കുള്ള എല്ലായിടത്തും അത് ബാധകമായിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് തുല്യം തന്നെയാണ്. പകൽ വനിതാ മതിൽ പണിയുന്നു, രാത്രി ഇരുട്ടിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നു. ചരിത്രം സൃഷ്ടിച്ചതിന്റെ ആഹ്ലാദം പിണറായി വിജയന് മുഖത്തും ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം? അതായത് തടയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങ് കയറി പോയി എന്ന് പോലും.
എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്നാൽ അവര് തന്നെയാണ് അന്ന് വിശ്വാസികൾക്കെതിരായവര് ഇന്ന് വിശ്വാസം കൂട്ടുപിടിച്ചോ, അതോ പെട്ടെന്ന് അയ്യപ്പന്റെ ഭക്തരായി മാറിയോ? എന്ത് തന്നെയാണെങ്കിലും 2018 CPM സർക്കാരിന്റെ ആ ഒരു നാടകമൊക്കെ പൊളിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അവരെന്താണെങ്കിൽ ചുവട് മാറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം നടത്താനായിട്ടാണ് അവര് പറയുന്നത്. ഇനി നമുക്ക് അയ്യപ്പ സംഗമത്തിന്റെ ആശയം കൂടി ഒന്ന് നോക്കിയിട്ട് വരാമേ. ആചാരവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹാസംഗമമാണ് അയ്യപ്പ സംഗമം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ബാക്കിയാണല്ലോ. അതായത് 2019 നടന്ന വനിതാ മതിലിൽ സ്ത്രീ സമത്വമായിരുന്നു മെയിൻ ആയിട്ടുള്ള ആശയം. അപ്പോൾ ഇപ്പോൾ ഈ ആശയമൊക്കെ ഊട്ടി ഉറപ്പിക്കുമ്പോ അന്നത്തെ സമത്വത്തിനെതിരല്ലേ സർക്കാരെ? ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലെ? ഇനി ഈ അയ്യപ്പ സംഗമത്തെ ചൊല്ലിയിട്ട് കോടതി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടിക്കെതിരെ അജീഷ് കളത്തിൽ ഗോപി എന്നൊരു വ്യക്തി ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചു. അത് സ്വീകരിക്കുകയും ചെയ്തു. ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ശ്യാം VM എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യങ്ങൾ ആരാഞ്ഞു. ശരിക്കും ഈ സംഗമം എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഉദ്ദേശം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മറുപടി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രനിധിയും പൊതുപണവും ഇതിൽ ഉപയോഗിക്കില്ല, ഫണ്ടുകളെല്ലാം സ്പോൺസർഷിപ്പ് വഴിയാണ്. അപ്പോൾ കോടതി അടുത്തതായിട്ട് ചോദിച്ചു, സ്പോൺസർഷിപ്പുമാരുടെ പേര്, പണം എത്തുന്ന രീതി എല്ലാം ഘട്ടം ഘട്ടമായിട്ട് അറിയിക്കണമെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതലകളുടെ ലിസ്റ്റ് ഒന്നും കൂടി ഓർമ്മിച്ചിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല എന്ന് പറയുന്നത് ദേവസ്വ സ്ഥാപനങ്ങളും ഭക്തജനങ്ങളുടെ വിശ്വാസവും ഉറപ്പിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന് മാത്രമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാവകളിക്ക് നിന്നു കൊടുക്കരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ഒരു താക്കീതായിട്ടോ വേണമെങ്കിൽ വരാനിരിക്കുന്നതിന്റെ ഒരു വിപത്തായിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് 75ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സർക്കാരിനെ ഇതിൽ കൂട്ടുപിടിക്കുന്നു? അതേപോലെ പരിപാടിയുടെ വിശദമായ ഷെഡ്യൂള്, ഫണ്ടിങ് രീതികള് എല്ലാം എണ്ണി അക്കമിട്ട് കോടതിയെ അറിയിച്ചിരിക്കണം. അടുത്ത ഹിയറിംഗ് വച്ചേക്കുന്നത് സെപ്റ്റംബർ 9 2025 എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ വരുന്ന 20 വിശ്വാസികളുടെ അന്ന് വ്രണപ്പെട്ടത് മുറിവുണക്കാൻ വേണ്ടിയിട്ടാണോ അതോ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അന്ന് മുറിവേറ്റവരുടെ മുറിവ് മായുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് വ്രണപ്പെട്ട വിശ്വാസം ഇന്ന് നിങ്ങൾക്ക് തുന്നിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നവോത്ഥാന മതിലൊക്കെ പണിതവര് അന്ന് നിങ്ങൾക്കുള്ള ആശയം സ്ത്രീസമത്വമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആശയം വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുക, സംരക്ഷിക്കുക എന്നതാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിരീശ്വരവാദികളുടെ പട്ടികയിൽ നിന്നും ഇപ്പോൾ ഭക്തിമാർഗം സ്വീകരിച്ചുവോ? സത്യമായിട്ടും ഇപ്പോഴും നിങ്ങളുടെ ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സന്ദേശം സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.